ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് 30.85 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത്. 24,165.90 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. നമ്മൾ ഇന്നലെ എക്സിറ്റ് ചെയ്തൊരു ലെവലാണ് ഒരു 24,340 ലെവൽ. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നല്ലൊരു സ്പൈക്ക് പുട്ട് ഓപ്ഷനിൽ വരുന്നുണ്ട്. അത് സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. യെസ്റ്റർഡേയ്സ് ഡേ ലോ ലെവലിലേക്കാണ് നിഫ്റ്റി വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ന്യൂ ഡേ ലോ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. യെസ്റ്റർഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നലെ നമ്മുടെ ട്രേഡ് ലോസിലേക്ക് വന്നു. നമ്മൾ ഇന്നലെ ഒരു 8.4K ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ ഹൈന്ന് നമ്മൾ ബൈ സൈഡാണ്, കോൾ ഓപ്ഷനായിരുന്നു എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഈ ഒരു ലെവലിൽ എക്സിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് 24,100 ലെവലിലേക്കാണ് ഫോളോ ചെയ്തത്. അപ്പോൾ വലിയൊരു ലോസ് നമുക്ക് വരുമായിരുന്നു. അപ്പോൾ കൃത്യസമയത്ത് എക്സിറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്ര ലോസ് ആയാലും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അഗെയിൻ ഒരു ബൈയിങ് പ്രഷർ, ഇന്നലത്തെ ഡേയിലോ ഒന്നൊരു ബൈയിങ് പ്രഷറാണ് കാണുന്നത്. അപ്പോൾ വലിയ ലോസിലേക്ക് പോകാതെ നോക്കുക. ഇതിലും 8.4K ആണ് ലോസ് ബുക്ക് ചെയ്തത്. അപ്പോൾ അത് ഒരു 3.5K എറൗണ്ട് ലോസ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് കുറച്ച് വൈകിയത് കൊണ്ടാണ് ഒരു 8.4K ലോസിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ലോസ് എത്രയും ഏർലി കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി മുന്നോട്ടുള്ള പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം. ലോസ് ആണെങ്കിൽ അത് മിനിമം ലോസിൽ തന്നെ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റിക്കവർ ചെയ്യാനും അത്രയും ചെറിയ ലോസ് നമുക്ക് റിക്കവർ ചെയ്താൽ മതി. അപ്പോൾ ഡയറക്ഷൻ ശരിയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്തായാലും ബുക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലെങ്കിൽ ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അറ്റ് ദ ഏർലിയസ്റ്റ് അത് ലോസ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഒരു വീക്ക്ലി ക്ലോസിംഗ് ആണ്, ഫ്രൈഡേ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് മൊമെൻറ്റ്സ് വരുന്നതെന്ന്. ഇപ്പോൾ ഒരു സൈഡ് വേസ് ആകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിംഗ് വന്നതിന് ശേഷം നമുക്ക് ഡയറക്ഷണൽ ട്രേഡ്സ് വല്ലതും എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം, ഒരു പ്രോപ്പർ കൺഫർമേഷനോടുകൂടി. ആസ് ഓഫ് നോ ട്രേഡ്സ് ഒന്നും ആയിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓപ്പണിങ്ങിൽ ഇപ്പം 30.85 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നത്. എന്തായാലും വീക്ക്ലി ക്ലോസിംഗ് 24,000 എറൗണ്ട് തന്നെ ക്ലോസ് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 24,390 അല്ലെങ്കിൽ 24,400 ആണൊരു റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഇന്നലത്തെ ഡേ ഹൈയും 24,400 ലെവലായിരുന്നു. എന്തായാലും ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റ് എൻട്രീസ് കൺഫേം ആയതിനു ശേഷം നമുക്ക് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കോൾ ഓപ്ഷൻ എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത്. അത് കൺഫേം ആയിക്കഴിഞ്ഞാൽ എൻ്റർ ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. ഒരു ഡേ ഹൈ എന്നൊരു കൺസോളിഡേഷന് ശേഷം ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്.
24,300 call option. $128, 24,350. ഓപ്ഷൻ ചാർട്ട് കൂടി നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന ലെവൽസ്, എൻട്രി, എക്സിറ്റ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ സ്പോട്ട് ചാർട്ട് മാത്രമാണ് എപ്പോഴും കാണിക്കാറ്. ഇനി മുതൽ നമുക്ക് ഓപ്ഷൻ ചാർട്ട്, പുട്ട് ഓപ്ഷൻ ആൻഡ് കോൾ ഓപ്ഷനൊക്കെ നമുക്ക് വ്യൂ ചെയ്യാം ഈ ഒരു വീഡിയോയിൽ തന്നെ. $24,350 trading around 100. സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ലോവർ ലോ ആൻഡ് ലോവർ ഹൈ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴൊരു എൻട്രി ആയിട്ട് കൺഫേം ആയിട്ടില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. നല്ലൊരു മൊമെൻറ്റം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു എൻട്രി വെയിറ്റ് ചെയ്യാം. എൻട്രി കൺഫർമേഷൻ ഉണ്ട്, പക്ഷേ ഡേ ഹൈ വന്നു കഴിഞ്ഞു ഓൾറെഡി. ഡേ ഹൈ വന്നു കഴിഞ്ഞു. എന്തായാലും എൻട്രി എടുക്കാൻ പറ്റും. വെയിറ്റ് ചെയ്യാം. ഡേ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. $116.85 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത്. പുട്ട് ഓപ്ഷൻ ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. പുട്ട് ഓപ്ഷനും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം. നമുക്ക് വാച്ച് ഹിസ്റ്ററീസ് ഒന്ന് ആഡ് ചെയ്യാം. 24,100. പുട്ട് ഓപ്ഷൻ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് ലോവർ ലോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡേ ഹൈയിൽ എൻട്രി ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്തു. ഡേ ഹൈ 115 ആയിരുന്നു. അപ്പോൾ ആ ഒരു 115 എന്നത് 106.7 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡേ ഹൈ ആയതുകൊണ്ട് മാത്രം ഒരു സെല്ലിംഗ് പ്രഷർ
വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്താണ്. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്തതിന് ശേഷം എൻട്രി എടുക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു പ്രൈസ് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ഒരു പുൾ ബാക്കിന് ശേഷം ഡേ ഹൈ ബ്രേക്ക് ചെയ്തൊരു മൊമെൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു എൻട്രി എടുക്കാൻ സമയമായി. നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വന്ന ഒരു 100 അറൗണ്ട് വന്ന സമയത്ത് തന്നെ നമുക്ക് എടുക്കാമായിരുന്നു. നമ്മൾ ഓൾറെഡി നല്ല ലോസിലാണ്. കഴിഞ്ഞ ഒരു 2 വീക്സായിട്ട് നമ്മൾ ലോസിലാണ്. അപ്പോൾ അതിൽ ലാസ്റ്റ് 1 വീക്കായിട്ട് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. പിന്നെ വെള്ളിയാഴ്ച, തിങ്കളാഴ്ച, പിന്നെ ചൊവ്വാഴ്ച അവധിയായിരുന്നു. അതിനുശേഷം ബുധൻ, വ്യാഴം നമ്മൾ ലോസിലാണ്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറവായിരിക്കുന്ന സമയത്ത് അഗ്രസീവായിട്ടുള്ള എൻട്രീസ് അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വൺസ് നമ്മൾ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എത്ര പോയി കഴിഞ്ഞാലും ചാടിക്കയറി എൻറ്റർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇത് ഓപ്ഷൻ ചാർട്ട് തന്നെയാണ്. 24,350 കോൾ ഓപ്ഷൻ. ഇതിൽ തന്നെയാണ് എൻട്രി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓപ്ഷൻ ചാർട്ട് ഒന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോവർ ലോ വന്നു. അതിനുശേഷം അവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷന് ശേഷം ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ നമുക്കൊരു എൻട്രി എടുക്കാം. കോൾ ഓപ്ഷൻ ഇപ്പോൾ 128ലാണ് ട്രേഡ് ചെയ്യുന്നത്. 24,350 കോൾ ഓപ്ഷൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രി കൺഫർമേഷൻ കിട്ടട്ടെ. ഡയറക്ഷൻ കൺഫർമേഷൻ മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒരു റെസിസ്റ്റൻസ് ലെവലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. 24,260ലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 260 റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു മൊമെൻറ്റം വരട്ടെ. പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അത്രയും മൂവ്മെൻറ്റ് പോവായിരിക്കും. പക്ഷേ ഡയറക്ഷൻ അത്രയും സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ മിസ്സായെന്നിരിക്കും. നമ്മൾ ഒരിക്കലും വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും വെയിറ്റ് ചെയ്യണം. കൺഫർമേഷന് ശേഷം ഞാൻ എൻട്രി എടുക്കുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം.
യെസ്, അതൊരു ചെറിയൊരു പ്രൈസ് റിജക്ഷനാണ് വരുന്നത്. യെസ്, പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഹൈയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ലോസിലേക്ക് വരും, അല്ലെങ്കിൽ പുൾ ബാക്ക് വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും സമയമുണ്ട്, നമുക്ക് ഒരുപാട് സമയമുണ്ട്. വെയിറ്റ്, കുറച്ചുകൂടി താഴേക്ക് വരുമോ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഒരു 24,260 ലെവൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്തെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. ഒരു പുൾ ബാക്ക് ആയിരിക്കും എന്തായാലും. യെസ്, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 126 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പൊസിഷൻ നമുക്ക് എവിടെ നിന്നാണ് ആവറേജ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ലോസ് ബുക്ക് ചെയ്യേണ്ടതും അതുപോലെ തന്നെ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യേണ്ടതും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ ഇത് 260 തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, 24,260 ലെവൽ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 126.3 ആവറേജ് പ്രൈസ്. ഓക്കെ, യെസ്, നമ്മുടെ പൊസിഷൻ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇത് സ്ക്വയർ ഓഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. യെസ്, നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. 1573 ആണ് ആ ഒരു ട്രേഡിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നെക്സ്റ്റ് എൻട്രി നമുക്ക് നോക്കാം. നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഒരു പോയിന്റിൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു ലോസിങ് റാലി ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നല്ലൊരു ട്രേഡാണ്. എന്തായാലും നമ്മുടെ ഒരു കോസ്റ്റിലേക്കൊരു പുൾ ബാക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 125 ലെവലിലേക്ക് അതൊരു റീ എൻട്രി ആയിട്ട് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ 1500 ആണ്, 1.5K ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ക്വിക്ക് എൻട്രി ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു ട്രേഡ് 125 ലെവലിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു 125 ലെവലിലേക്ക് വന്നു, നമ്മളൊരു എൻട്രി എടുത്തു. ഓക്കെ, യെസ്, നമ്മൾ എൻട്രി 126ലാണ് എഗെയിൻ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രേഡിനെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നോക്കാം. ഓക്കെ, 133 ലെവൽ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും അത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 126 ആണ്. 2 ലോട്ട്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണ് ഈ ഒരു ട്രേഡിൽ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. അതൊരു ചെറിയൊരു ലോവർ ലോ വന്നതിന് ശേഷം നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. 132 ആണ് ഞാൻ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെവൽ. ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു. നമ്മൾ 129.65 സ്ക്വയർ ഓഫ് ചെയ്തിട്ടുള്ളത്. 132 ആണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു ട്രേഡിൽ ചെറിയ പ്രോഫിറ്റാണ് കിട്ടിയത്. എങ്കിലും നമുക്ക് പ്രോഫിറ്റിൽ പുറത്ത് വരാനായിട്ട് സാധിച്ചു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു 126, 125 ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ലോവർ സൈഡ് വരാനോ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ലോവർ ലോ റീടെസ്റ്റ് ചെയ്യാനോ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഒരു അപ്പ് മൂവ് വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും സേഫായിട്ട് ഈ ഒരു ട്രേഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എൻട്രിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. വീക്ക്ലി നമ്മൾ ആ ഒരു ലൂസിങ് റാലി ബ്രേക്ക് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ട്രേഡ്സ് കിട്ടുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതോടുകൂടി ക്ലോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും 2K പ്രോഫിറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാം.